പ്രിയപ്പെട്ടവരെ, നമ്മൾ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ഭാഗം. പി എസ് സിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ത്യൻ ഭരണഘടന. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് നടന്ന 1-ാം തീയതി നടന്ന പ്രിലിംസിൽ, നമ്മുടെ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ നടന്ന ഒരു ലൈവ് സെക്ഷനിൽ 100 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ 12 ചോദ്യം അതേപോലെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുത്ത ആളുകൾ പ്രത്യേക നന്ദി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ കൃത്യമായിട്ട് പല ഗൈഡുകളും നോക്കി മുൻപത്തെ പരീക്ഷയിൽ ചോദിക്കുന്ന അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ആവർത്തന ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് PSC ചോദിക്കാറുന്ന ഒരു ടൈപ്പാണ്. മുൻകാല ചോദ്യങ്ങൾ നമ്മൾ മാക്സിമം വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇന്ത്യൻ ഭരണഘടന അല്ലേ, ഭരണഘടനയുടെ ഇതിലേക്ക് ഇതാണ് നമുക്ക് കണ്ടില്ല ഞങ്ങൾ നോക്കാം. നമ്മൾ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണെന്ത്? ഭരണഘടന. ലാ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന് ആശയം മുന്നോട്ട് വെച്ച ആദ്യ ഇന്ത്യക്കാരനാര്? MN റോയി എന്ന് പറയുന്ന ആൾ. അപ്പം ലാ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയാണ് എന്തെന്ന് പറയുക, അല്ലെങ്കിൽ ഭരണഘടനയാണ് എന്തെന്ന് പറയുക? ലാ ഓഫ് ലാൻഡ്. ഇന്ത്യൻ ഭരണഘടന അല്ലേ, ഭരണഘടനയ്ക്ക് വിളിക്കുന്ന ഒരു പേരാണെന്ത്? ലാ ഓഫ് ലാൻഡ് എന്ന പേരിലാണ് അറിയപ്പെടുക. ഇനി ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്ന് പറഞ്ഞ ആളാണ് ആര്? MN റോയ്. ആരാണ്? MN റോയ്. അടുത്ത് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന് ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടിയാണിത്, സ്വരാജ് പാർട്ടി. അടുത്ത് നോക്കണേ. ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന് ആവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗികമായി ചർച്ച ചെയ്ത സമ്മേളനം അല്ലേ, INC അല്ലേ, നമ്മൾ മുമ്പ് പഠിച്ചതാണ്. നമ്മുടെ മുമ്പത്തെ ഭാഗങ്ങൾ കൃത്യമായിട്ട് കണ്ടുവരുന്ന ആളുകളാണെങ്കിൽ ആ ടോപ്പിക്കുകളൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം. അതിലെ INC രൂപീകരിച്ചതെന്നാ 1885. അപ്പോൾ ഏത് സമ്മേളനത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന് ആവശ്യപ്പെട്ടത്? അതും നമ്മൾ അതിൽ ചർച്ച ചെയ്തതാണ്. ബോംബെ സമ്മേളനം. ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ, വേവൽ പ്ലാൻ. അപ്പോൾ ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ വിളിക്കുന്ന പേരാണെന്ത്? വേവൽ പ്ലാൻ എന്നുള്ളത്. റെഡിയാണല്ലോ? അടുത്ത് നോക്കാം. ഇനി ഇവിടെ നോക്കണേ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് മക്കളെ ഇന്ത്യയുടേത്. എഴുതപ്പെട്ട ഭരണഘടന. ലോകത്തിലെ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ലിഖിത ഭരണഘടന. ഏറ്റവും വലുത് ഇന്ത്യൻ്റെ, ഏറ്റവും ചെറുത് ലിഖിത എന്ന് എഴുതപ്പെട്ട അമേരിക്കൻ ഭരണഘടന. ഇത് രണ്ടും പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചോദിച്ചൊരു ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണം ഇന്ത്യയുടേതാണ് എങ്കിൽ ചെറിയ ഭരണഘടന ഏത് രാജ്യത്തിൻ്റെ ആണ് എന്ന്? അമേരിക്ക. ഇതാണ് അമേരിക്ക. അമേരിക്കയുടേതാണ് ചെറുത്. വലിയ പവറും സൈന്യമൊക്കെ അമേരിക്ക ഉണ്ടെങ്കിലും ഭരണഘടന എന്താണ്? ഏറ്റവും ചെറിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ആരുടേത്? അമേരിക്കയുടേത്. ഇനി ഇവിടെ നോക്കണേ, ഒരു കൺഫ്യൂഷൻ ഫാക്റ്റ് ഇവിടെ ഉണ്ട്. നോക്കണേ, കൺഫ്യൂഷൻ ഫാക്റ്റ്. ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ബ്രിട്ടൻ. ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യമാണേത്? ബ്രിട്ടൻ. എന്നാൽ ലിഖിത ഭരണഘടന എന്ന ആശയം, ലിഖിതം എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം അമേരിക്കയാണ്. അപ്പോൾ എഴുതപ്പെട്ടത് അമേരിക്ക, ഭരണഘടന ബ്രിട്ടൻ. എഴുതപ്പെട്ടത് എന്ന് പറയുന്നത്, ലിഖിത ഭരണഘടന എന്ന് പറയുന്നത് അമേരിക്ക. റെഡിയാണല്ലോ മക്കളെ? സെറ്റ്. അടുത്ത ഭാഗത്തേക്ക് പോവാം. എഴുതപ്പെട്ട ഭരണഘടനയ്ക്ക് ഉദാഹരണം. എഴുതപ്പെട്ട ഭരണഘടനയ്ക്ക് ഉദാഹരണം ഇന്ത്യ, അമേരിക്ക, ഐക്യനാടുകൾ, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക. ഇതൊക്കെ എഴുതപ്പെട്ട ഭരണഘടനയ്ക്ക് ഉദാഹരണം. PSCക്ക് ചോദിക്കാം. അപ്പോൾ നമ്മളൊരു കോഡ് ഉണ്ടാക്കി നമ്മൾ ഫുൾ കോഡ് വെച്ചിട്ടാണ്. നോക്കണേ.
എൻ്റെ അമ്മയ്ക്ക് ക്ഷീണം വന്നപ്പോൾ ബസ്സിൽ ആശുപത്രിക്ക് പോയി പെട്ടു. ക്ഷീണം വന്നപ്പോൾ ബസ്സിൽ ആശുപത്രിക്ക് പോയി പെട്ടൂന്ന്. ഇവിടെ എ എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യ. അമ്മ എന്ന് പറയുന്നത് എന്താ? അമേരിക്ക. എൻ്റെ അമ്മ അങ്ങനെ പറയുമ്പോൾ അമേരിക്ക, ഇന്ത്യ, അമേരിക്ക. അമേരിക്ക ഐക്യനാടുകളിൽ നിന്നുണ്ട് അമേരിക്ക നോക്കുക. അടുത്തത് ക്ഷീണം വന്നപ്പോൾ ദക്ഷിണാഫ്രിക്ക. ക്ഷീണം വന്നപ്പോൾ ദക്ഷിണാഫ്രിക്ക. ബസ്സിൽ ബ്രസീൽ. ആശുപത്രി ഓസ്ട്രേലിയ. പൊതുവെ പറയാം, എൻ്റെ അമ്മക്ക് ക്ഷീണം വന്നപ്പോൾ ബസ്സിൽ ആശുപത്രിയിൽ പോയി പെട്ടു. അപ്പോൾ ഈ പെട്ടു എന്ന് പറയുന്നത് എന്താണോ? എഴുതപ്പെട്ട എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ആശുപത്രിക്ക് പോയി പെട്ട്, ക്ഷീണം വന്നപ്പോൾ ആശുപത്രിയിൽ പോയി പെട്ട്. അപ്പോൾ എൻ്റെ എന്ന് പറയുന്നത് ഇന്ത്യ, അമ്മ എന്ന് പറഞ്ഞാൽ അമേരിക്ക, ക്ഷീണം എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്ക, ബസ്സിൽ എന്ന് പറഞ്ഞാൽ ബ്രസീൽ, ആശുപത്രി എന്ന് പറയുന്നത് ഏതാ? ഓസ്ട്രേലിയ. പെട്ടു എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ എഴുതപ്പെട്ട ഭരണഘടന. ഇനി അടുത്ത് നോക്കണേ, എഴുതപ്പെടാത്ത ഭരണഘടനയ്ക്ക് ഉദാഹരണങ്ങൾ ബ്രിട്ടൻ, ഫ്രാൻസ്, ഇസ്രായേൽ, ന്യൂസിലാൻഡ്. എഴുതപ്പെടാത്ത ഭരണഘടന നേരത്തെ പറഞ്ഞില്ലേ, ഭരണഘടന എന്ന ആശയം ബ്രിട്ടനിൽ നിന്ന് വന്നു, എന്നാൽ എഴുതപ്പെട്ട ഭരണഘടന ആശയം അമേരിക്കയിൽ നിന്ന് വന്നു. ഇനി ഇതിനൊരു കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ് ഉണ്ടാക്കാം കേട്ടോ, നമ്മൾ ഉണ്ടാക്കിയെന്നുള്ളൂ. എൻ്റെ ന്യൂ ബോയ് ഫ്രണ്ടിന് എസ് എഴുതാൻ അറിയത്തില്ല. എൻ്റെ പുതിയ ബോയ് ഫ്രണ്ട് എന്തറിയില്ല? എസ് എഴുതാൻ അറിയില്ല എന്ന്. അങ്ങനെ പറഞ്ഞാൽ എഴുതപ്പെടാത്ത, അറിയത്തില്ല, പെടാത്ത എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തത്. എൻ്റെ ന്യൂ ബോയ് ഫ്രണ്ടിന് എസ് എഴുതാൻ അറിയത്തില്ല ഉണ്ടല്ലേ. ന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂസിലാൻഡ്. ഫ്രണ്ട് ഫ്രാൻസ്. എസ് എ ഇസ്രായേൽ. എഴുതാനും എൻ്റെ നമുക്ക് എന്ത് ചെയ്യുക? എന്തായിട്ട് ഉപയോഗിക്കാം നമുക്ക്? ഇവിടെ എസ് എന്ന ഇസ്രായേൽ, അതേപോലെ തന്നെ ന്യൂ എന്ന് പറയുന്നത് ന്യൂസിലാൻഡ്, അതേപോലെ ന്യൂ ബോയ് ഫ്രണ്ട് ബ്രിട്ടൻ, ബ്രിട്ടൻ, അതേപോലെ തന്നെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രാൻസ്, എസ് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ. അപ്പോൾ ന്യൂസിലാൻഡ്, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇസ്രായേൽ. എഴുതാൻ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ എഴുതപ്പെടാത്ത. സെറ്റ് മക്കളെ. ന്യൂ ബോയ് ഫ്രണ്ടിന് എസ് എഴുതാൻ അറിയത്തില്ല അങ്ങനെ പറഞ്ഞാലും മതി, പ്രശ്നമൊന്നുമില്ല. ന്യൂ ബോയ് ഫ്രണ്ടിന് എസ് എഴുതാൻ അറിയത്തില്ല, പെടാത്ത. മറ്റെന്താ നമ്മൾ പറഞ്ഞത്? മറ്റെന്താ? എൻ്റെ അമ്മക്ക് ക്ഷീണം വന്നപ്പോൾ ബസ്സിൽ ആശുപത്രിക്ക് പോയി പെട്ടു. ഇല്ല, ജസ്റ്റ് കണക്ട് ചെയ്താൽ നമുക്ക് ആ രാജ്യങ്ങൾ അറിയാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ കോഡ് വെച്ച് നോക്കുന്നത്. സെറ്റാണല്ലോ. ഇത് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ, പ്രശ്നമില്ല. ഓക്കെ, ഇനി നോക്കുക. ഭരണഘടനാ നിർമ്മാണ സഭ. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭ. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയതാരാ? ഭരണഘടനാ നിർമ്മാണ സഭ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടന ആര് തയ്യാറാക്കിയത്? ഭരണഘടനാ നിർമ്മാണ സഭ തയ്യാറാക്കിയത്. അപ്പോൾ രാജ്യത്തിനൊരു ഭരണഘടന വേണം. ആ ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ടീമാണേത്? ക്യാബിനറ്റ് മിഷൻ. ഇവിടെ നോക്കണം, ഇതൊക്കെ നമ്മൾ ബേസിക് തുടങ്ങണം. നമ്മൾ ഇതൊക്കെ തന്നെയാണ്. ഇത് ബേസിക് തുടങ്ങി നമ്മൾ എന്താ ഐഡിയ മനസ്സിലാക്കി വെക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്താണ് ഭരണഘടന എന്ന് പറഞ്ഞു, എഴുതപ്പെടാത്തതുണ്ട്, എഴുതപ്പെട്ടതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞു. ഇത് ചോദിക്കട്ടെ പരീക്ഷ, ആരുടെ നിർദ്ദേശപ്രകാരമാണ് നിർമ്മാണ സഭ, അങ്ങനെ ചോദിക്കും. ഇനി ഇവിടെ നോക്കുക, തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഞാൻ നിർദ്ദേശിക്കും ചെയ്യപ്പെട്ട അംഗങ്ങളും അടങ്ങുന്നതായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുണ്ട്, നിർദ്ദേശിക്കപ്പെട്ട അംഗങ്ങളുണ്ട്. അങ്ങനെ ഒരു സഭയായിരുന്നു എന്ത്? നിയമനിർമ്മാണ സഭ. എന്തിനു വേണ്ടി നിയമിച്ചത്? ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. ഇനി രൂപീകൃതമാകുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളുടെ എണ്ണം 389. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 296. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത്, പ്രഥമ എന്നാണ് ആദ്യത്തെ, ഡോക്ടർ സച്ചിദാനന്ദൻ. ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷൻ വഹിച്ചതാരാ? സച്ചിദാനന്ദ സിൻഹ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷ വഹിച്ചത്. അടുത്ത് നോക്കാം മക്കളെ.
നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് തരണേ. നിങ്ങൾ സബ്സ്ക്രൈബും അതേപോലത്തെ ലൈക്കുമാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം പുതിയ ക്ലാസ്സുകൾ തരാവുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് കോഡുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനലുണ്ടാവും. PSCയുമായി ബന്ധപ്പെട്ട എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ തുടങ്ങുകയാണ്. നമ്മൾ ഓൾറെഡി പ്ലേ ലിസ്റ്റ് പോയാൽ കാണാൻ പറ്റും. ബയോളജി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, അതുപോലെ തന്നെ എക്കണോമിക്സിലുണ്ട്, ചരിത്രമുണ്ട്. ഒക്കെ 2 ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മലയാളമൊക്കെ നമ്മൾ 2 ക്ലാസ് കഴിഞ്ഞിട്ട് വീണ്ടും 2 ക്ലാസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുക, കറക്റ്റ് ഇങ്ങനെ ഫോളോ ചെയ്ത് വന്നാൽ സെറ്റാവും. ഈ 2 ക്ലാസ് കഴിഞ്ഞിട്ട് എക്സാം നടത്തും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ 4 ക്ലാസ് കഴിഞ്ഞ് വീണ്ടും എക്സാം നടത്തും. അങ്ങനെ കൃത്യമായിട്ട് ഒരു സിസ്റ്റമാറ്റിക്കലായിട്ട് നമ്മൾ പോണത്. നമ്മൾ നാളത്തെ എക്സാം എഴുതാൻ പോണ ആൾക്കാരല്ല, മനസ്സിലായല്ലോ. നമ്മളൊരു യാത്രയിലാണ്. ഇതിൻ്റെ കൂടുതൽ എക്സാമൊക്കെ നമ്മൾ എഴുതും. നമുക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പൂർത്തീകരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിലേക്ക് വരുന്ന ആൾ പ്രത്യേകിച്ച് ഈ സോഷ്യലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അല്ലെങ്കിൽ സയൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ബേസിക് അറിയാത്തവരുണ്ട്, എന്താണ് ഐഡിയ മനസ്സിലാവാത്തത്, അവർക്കുള്ളതാണ് ഈ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ. മെല്ലെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. കൃത്യമായിട്ട് നോട്ടുണ്ടല്ലോ അവിടെ. നോട്ടുകൾ ഞാൻ ടോപ്പിക് എടുക്കുന്നതിനനുസരിച്ച് നോട്ട് ചെയ്ത് നിങ്ങൾ സെറ്റപ്പായിരിക്കും. നോക്കാം നമുക്ക്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇത് പരീക്ഷ ചോദിക്കും കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ്. രാജേന്ദ്രൻ എന്താണ് സ്ഥിര ആളാണ് രാജേന്ദ്രൻ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ആരാ? HVR അയ്യങ്കാർ. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളികളുടെ എണ്ണം 17. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാ? നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു. അടുത്ത് നോക്കണേ. ഭരണഘടനയുടെ കവർ പേജ്, ലേ ഔട്ട് എന്നിവ തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. ബോസ് ചില്ലറകാരനല്ല, ബോസാണ് എന്ത് ചെയ്തത്? കവർ പേജ് ഭരണഘടനയുടെ ആരാ? ബോസ്, നന്ദലാൽ ബോസ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന പാസ്സാക്കപ്പെട്ടത് 1949 നവംബർ 20. അത് പലപ്പോഴും ഞങ്ങളോട് മാറി പോകാറുണ്ട്. ഭരണഘടന നിർമ്മാണം കഴിഞ്ഞ് അത് ഓക്കെ ആണെന്ന് അംഗീകരിക്കുക നിലവിൽ വന്നിട്ടില്ലേ? 1949 നവംബർ 26. നവംബർ 26 49 ഇനി അടുത്ത് നോക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് 1950 ജനുവരി 24. അപ്പോൾ നിർമ്മാണ സഭയിൽ അംഗങ്ങൾ എന്ത് ചെയ്യുക? ഭരണഘടനയിൽ ഒപ്പാ, ഇത് ഓക്കെയാണ്, സെറ്റാണെന്ന് പറഞ്ഞിട്ട് 1950 ജനുവരി 24. ഇതുമാണ് മാറിപ്പോയത് എന്ന് പറഞ്ഞത്. അംഗീകരിച്ചത് അല്ലേ, സ്വീകരിച്ചത് ഇതെന്താ? നിലവിൽ വന്നത് 1950 ജനുവരി 26. ആ ദിവസമാണല്ലോ നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കാറുള്ളത്. അപ്പോൾ ഭരണഘടന നിലവിൽ വന്നതാണെന്ന് 1950 ജനുവരി 26. അടുത്ത് നോക്കാം നമുക്ക്. അടുത്ത് നോക്കാം. സെറ്റാണ്. ഇനി ഇവിടെ നോക്കണേ, പക്ഷേ ഡേറ്റുകളുണ്ട് ഇവിടെ, കൺഫ്യൂഷൻ ആയിട്ടുള്ള ചില ഡേറ്റുകളുണ്ട്. നോക്കാം നമുക്ക്. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ദിനങ്ങൾ, ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ദിനങ്ങളുണ്ട്. 1947 ജൂലൈ 22 ദേശീയ പതാക, പിന്നെ ദേശീയ ഗാനം, ദേശീയ ഗീതം, ദേശീയ മുദ്ര. റെഡിയാണല്ലോ. അടുത്ത് നോക്കാം. ദേശീയ നിയമദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 26 അല്ലേ? നമ്മുടെ ഭരണഘടന സ്വീകരിച്ച ദിവസമല്ലേ ഇനി? ആ ദിവസമാണ് ഏത്? നവംബർ 26. ആ നവംബർ 26 ഏത് ദിവസമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്? ദേശീയ നിയമദിനമായി. നവംബർ 26 നിയമദിനമായി. ദേശീയ ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നത് നവംബർ 26 ഭരണഘടനാ ദിനമായി. അതേപോലെ തന്നെ എന്താ, നമ്മൾ ഏത് ദിനമായിട്ട്? നിയമദിനമായിട്ട് നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഇനി അടുത്ത് നോക്കണേ. ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത സമയം 2 വർഷം 11 മാസം 17 ദിവസം ചോദിക്കാറുണ്ട്. ഇനി ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഒരു ആമുഖം, 395 അനുച്ഛേദങ്ങൾ, ആർട്ടിക്കിൾ, 8 പാർട്ടിൽ 8 പട്ടികകൾ, 22 ഭാഗങ്ങളുണ്ട് അല്ലേ? ഷെഡ്യൂൾഡ് ഉണ്ടായിരുന്നു, 22 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഏത്? നിലവിൽ വന്ന സമയത്താണ്. എന്നാൽ നിലവിൽ ഇപ്പോഴോ
470ഓളം ആർട്ടിക്കിൾസ് ഉണ്ട്. 12 പട്ടികകളിൽ 25 ഭാഗങ്ങളുണ്ട് ഭരണഘടനയിൽ ഇപ്പോൾ നിലവിൽ. റെഡിയാണല്ലോ. അങ്ങനെ ഭരണഘടന നിലവിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഭരണഘടന തയ്യാറാക്കിയ ടീം ഉണ്ടാവില്ല, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട ടീമാണ് ഡ്രാഫ്റ്റ് ചെയ്യാം അല്ലേ, അതിനൊക്കെ ക്രോഡീകരണം കാര്യങ്ങളൊക്കെ ചെയ്യാം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടന നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണിത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണനിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി. അത് അവരാണ് ഇതിൻ്റെ സ്ക്രൂട്ടിനി, സൂക്ഷ്മ പരിശോധന ഒക്കെ നടത്തുന്നവരാ. നോക്കണേ, ഭരണഘടനയുടെ കരണ്ട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഇത്. നോക്കാം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കപ്പെട്ട വർഷം അല്ലേ, ഈ കമ്മിറ്റി നിയമിക്കപ്പെട്ട വർഷം 40 ഓഗസ്റ്റ് 29. കമ്മിറ്റിയുടെ ചെയർമാൻ ഇമ്പോർട്ടൻ്റാ, ഡോക്ടർ BR അംബേദ്കർ. ഈ അംബേദ്കർ വേറെ പ്രത്യേകത ഉണ്ടല്ലേ, നമ്മൾ ഭരണഘടനയുടെ ശില്പിയാണ് ആര്, ഡോക്ടർ BR അംബേദ്കർ. സെറ്റാണ്, സെറ്റ്. ഇനി റിപ്പബ്ലിക്, ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ഭരണഘടനാ തലവനായുള്ള രാജ്യത്തിന് പറയുന്ന പേരാണ് റിപ്പബ്ലിക് എന്ന് പറയാം. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26. 1950 ജനുവരി 26. അടുത്ത് നോക്കാം. റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഫ്രാൻസിൽ നിന്ന്. ഫ്രഞ്ച് വിപ്ലവമൊക്കെ പഠിച്ചില്ലേ, ഒക്കെ നമുക്ക് പഠിക്കണ്ടോ, ഫ്രഞ്ച് വിപ്ലവമൊക്കെ സിമ്പിളായിട്ട് പഠിക്കണം നമുക്ക്. അപ്പോൾ റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഫ്രാൻസിൽ നിന്ന്. റിപ്പബ്ലിക്കാണെന്ന പ്രസ്താവിക്കുന്ന ഭരണഘടനാ ഭാഗം ആമുഖം ഇന്ത്യ റിപ്പബ്ലിക്കാണ് എന്ന് പറയുന്ന ഭരണഘടനയിൽ ഏത് ഭാഗത്ത ആമുഖത്തിൽ. ഇനി ഇന്ത്യ ഔദ്യോഗികമായി അറിയപ്പെടുന്ന എന്ത് പേരില, റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് സാൻ മരിനോ. ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് നൗറു. ഇന്ത്യൻ ഭരണഘടനയെ ശില്പി ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. സെറ്റാണല്ലോ. അടുത്ത് നോക്കാം. ഇനി മുമ്പ് ചോദിച്ച 2022 UPSAയിൽ ചോദിച്ച, UPSA ആണ് നമ്മൾ സ്കൂൾ അധ്യാപകരുടെ പരീക്ഷ ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയത്, സിമ്പിൾ ചോദ്യം, അങ്ങനെയൊക്കെ ചോദിക്കുക. പക്ഷേ 4 തെറ്റിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ച് ഡേറ്റ് മാറരുത്. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. ഇനി ഇവിടെ നോക്കണേ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുള്ള പല കാര്യങ്ങളും കടമെടുത്താണ് പുറത്ത് പല രാജ്യങ്ങളിൽ നിന്നും. മൗലികാവകാശങ്ങൾ അമേരിക്കയിൽ നിന്ന്, ആമുഖവും അമേരിക്കയിൽ നിന്ന്, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയും അമേരിക്കയിൽ നിന്ന്, നിയമത്തിൻ്റെ തുല്യപരിരക്ഷയും അമേരിക്കയിൽ നിന്ന്, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻ്റ് ഓടുന്ന അമേരിക്കയിൽ നിന്ന്, ലിഖിത ഭരണഘടന അമേരിക്ക, വൈസ് പ്രസിഡന്റ് അമേരിക്ക. ഇത് ഏറ്റവും ഒരുപാട് കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, പരീക്ഷയ്ക്ക് മുമ്പ് ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. മൗലിക കടമകൾ റഷ്യ, പഞ്ചവത്സര പദ്ധതി റഷ്യ, പാർലമെൻ്ററി ജനാധിപത്യം ബ്രിട്ടൻ, തിരഞ്ഞെടുപ്പ് സംവിധാനം ബ്രിട്ടൻ, ഫെഡറൽ സംവിധാനം കാനഡ, സംസ്ഥാന ഗവർണർമാരുടെ നിയമനം കാനഡ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഫ്രാൻസ്. ഇതാണ് ഇതിന്ന് നമ്മൾ കടമെടുത്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ കാര്യമാണ് മക്കളെ. ഒരു വട്ടം കേട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി കാണാൻ സെറ്റാവും. നോട്ട് പ്രിപ്പയർ ചെയ്തോളൂ, സെറ്റായിട്ട് നമുക്ക് മുമ്പോട്ട് പോകണം. ഒന്നുകൂടി പറയാം, ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ PSC കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളൊരു കൂട്ടുകാരുണ്ടല്ലോ, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.